KPSC ആസ്ഥാന മന്ദിരം പുതുക്കിപ്പണിയുന്നു കായംകുളത്ത്. വലിയൊരു പാരമ്പര്യമുള്ള കലാകേന്ദ്രമാണ് KPSC. നാടകകലയ്ക്ക് മലയാളിയുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താൻ കാരണമായത് ഒരുപക്ഷേ KPSCയുടെ പ്രവർത്തനം കൊണ്ടാണ്. കായംകുളത്തെ KPSCയുടെ കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ കർഷക ശില്പവും പുനഃസ്ഥാപിച്ചു. തോപ്പിൽ ഭാസിയുടെയും കാമ്പിശ്ശേരിയുടെയും ദേവരാജന്റെയും ONVയുടെയും ഒക്കെ ഓർമ്മകൾ പേറുന്ന ഇടമാണ് KPSC. ചരിത്ര സ്മരണകളുടെ രംഗവേദിയായ KPSCയിലെ ഓഡിറ്റോറിയം, കാമ്പിശ്ശേരി കരുണാകരൻ സ്മാരകം എന്നിവയാണ് പുതുക്കി പണിയുന്ന പ്രധാന കെട്ടിടങ്ങൾ. ഈ മാസം 19-ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇവ ഉദ്ഘാടനം ചെയ്യും. വിസ്തൃതി കുറച്ച് ആധുനിക സംവിധാനത്തോടെയാണ് ഓഡിറ്റോറിയം നവീകരിച്ചത്. ദേശീയപാത വികസനത്തിന് KPSCയുടെ 30 സെന്റിൽ 10 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ബാക്കി വരുന്ന 20 സെന്റിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി സഹായത്തോടെ 1866 മുതലുള്ള നാടക ചരിത്രത്തിന്റെ നേർക്കാഴ്ചയുമായി തിയേറ്റർ മ്യൂസിയം സ്ഥാപിക്കാനാണ് ലക്ഷ്യം. KPSC കേന്ദ്രീകരിച്ച് ഒരു തിയേറ്റർ മ്യൂസിയം തുടങ്ങുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിനുകൂടി സൗകര്യപ്രദമായ ഒരുക്കങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് 2024. അപ്പോൾ ഈ 2024-25 വർഷങ്ങളിൽ തോപ്പിൽ ഭാസി ജന്മശതാബ്ദിയും ഒപ്പം KPSCയുടെ പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിക്കുകയാണ്. കർഷകന്റെയും തൊഴിലാളികളുടെയും പോരാട്ട വീര്യത്തിന്റെ അടയാളമായിരുന്നു കായംകുളം KPSCക്ക് മുന്നിലെ കർഷക ശില്പം. ഇതും ദേശീയപാത വികസനത്തിനായി പൊളിച്ചു നീക്കിയിരുന്നു. കെട്ടിടത്തിനോട് ചേർന്നാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ചത്. എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന G. ജനാർദ്ദനക്കുറുപ്പ്, പുനലൂർ രാജഗോപാലൻ നായർ തുടങ്ങിയവർ ചേർന്ന് 1950-ലാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന KPSC രൂപവൽക്കരിച്ചത്. എന്റെ മകനാണ് ശരിയെന്ന ആദ്യ നാടകം വിജയം നേടിയില്ല. 52-ൽ KPSCയുടെ രണ്ടാമത്തെ നാടകമായ തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.